സമീപകാലത്തൊന്നും ഇത്രയ്ക്ക് സങ്കടകരമായ കാഴ്ച മലയാളികൾ കണ്ടിട്ടില്ല. ഒരുമിച്ച് കളിച്ചു വളർന്ന 4 സഹോദരങ്ങളുടെ അവസാന യാത്രയും ഒരുമിച്ച്. അടുത്തടുത്തായി 4 കുഞ്ഞു കബറിടങ്ങൾ. അബുദാബിയിലെ ആശുപത്രിയിൽ നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2:30 തിരൂർ കിഴിശ്ശേരി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ മക്കളായ അഷസ് 14 വയസ്സ്, അമ്മാർ 12 വയസ്സ്, അസാം 8 വയസ്സ്, 5 വയസ്സുകാരനായ അയാഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ ദുബായിലെത്തിച്ചത്. ആശുപത്രി കിടക്കയിലായിരുന്ന അബ്ദുൾ ലത്തീഫും അവസാനമായി മക്കളെ കാണാൻ വീൽ ചെയറിലെത്തി. തുടർന്ന് നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ മലയാളികളെ കൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞു. നമ്മളൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നത്. കാരണം ഒരു വീട്ടിൽ നിന്ന് 4 കുട്ടികൾ ഒരുമിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. നമ്മൾ കുറേ സ്ഥലത്ത് ഓടി നടക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ നമ്മളോട് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം, അവർ പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അല്ല, ഒരു കുടുംബത്തിലെ പൊന്നാര വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ചെറുപ്പത്തിലുള്ള കുട്ടികളെ കബറ് മറമാടി പോരുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെങ്ങൽ. ലിവ ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അബ്ദുൾ ലത്തീഫും ഭാര്യ റുക്സാനയും മക്കളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. 4 മക്കളും വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്രവട്ടം സ്വദേശി ബുഷ്റയും അപകടത്തിൽ മരിച്ചു. പരിക്കേറ്റ റുക്സാനയും 10 വയസ്സുള്ള മകൾ ഇസയും അബുദാബി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ആ ദുഃഖം താങ്ങാൻ കഴിയട്ടെ. അവർക്ക് അവരുടെ മനസ്സും ശരീരവും ഭേദമായി പുതിയ ജീവിതം നയിക്കാൻ കഴിയട്ടെ. ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ നിന്നും മടങ്ങുന്നത്.